നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഡിപ്രഷനും ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി സാധാരണക്കാരായ നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ആണ്. നമ്മളെല്ലാം ഇന്ന് ദൈനംദിന ജീവിതത്തിൽ വളരെ ഫാഷനബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന, ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഡിപ്രഷൻ. എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷനാണ്, എല്ലാവർക്കും ഡിപ്രഷനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഡിപ്രഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 3 സിംറ്റംസ്, ലക്ഷണങ്ങളാണ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്റായിട്ടും വേണ്ടുന്നതായിട്ട് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലൊക്കെ പറയുന്നത്. ഒന്നാമത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് എന്ത് ചെയ്താലും ഒരു സന്തോഷമോ എൻജോയ്മെൻറ്റോ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡിപ്രസ്ഡ് മൂഡ്, നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ക്ഷീണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയും മസ്റ്റായിട്ട് വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒന്നാമത്തെ വസ്തുത. പിന്നെ എപ്പോഴും ഏത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും, ഇപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചാൽ ചെറിയ വിഷമം കാണും, അല്ലെങ്കിൽ ചെറിയ സ്ട്രെസ് ഉണ്ടാവും, ഗ്രീഫ്, സങ്കടം ഒക്കെ, സാഡ്, ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞ ഈ 3 ലക്ഷണങ്ങൾ 2 ആഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും, ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ, അതായത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒക്യുപ്പേഷണൽ ലൈഫിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് ലൈഫിനെ ആയിരിക്കാം, ഫാമിലി ലൈഫിനെ ആയിരിക്കാം, സോഷ്യൽ ലൈഫിനെ ആയിരിക്കാം, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽപ്പെട്ട, വിവിധ സ്ഫിയറുകളിൽപ്പെട്ട നമ്മുടെ റോളുകൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയെയും റെസ്പോൺസിബിലിറ്റിയെയും ബാധിക്കുകയും ചെയ്യുകയാണെങ്കിലാണ് ആക്ച്വലി നമുക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അല്ലാതെ ഇപ്പം നമ്മളൊരു ദിവസം വിഷമിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൊരു നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം നടന്നു, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടായി, അപ്പോൾ അതൊക്കെ ഉണ്ടാവും, ഒരു നഷ്ടം ഉണ്ടായി. അപ്പോൾ സ്വയമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ സ്വയമായിട്ട് നമ്മൾ ഓവർകം ചെയ്ത് പോകും. അപ്പോൾ അതല്ലാതെ ഇത്രയും 2 ആഴ്ച തുടർച്ചയായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഡിപ്രഷൻ്റേതായ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സിലേക്ക് വരിക എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആങ്സൈറ്റി. ഇപ്പോൾ ആങ്സൈറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഉത്കണ്ഠയാണ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോവും, അല്ലെങ്കിൽ അങ്ങനെ വരും, നെഗറ്റീവായിട്ട് വരും എന്നുള്ള ഒരു ഉത്കണ്ഠയാണ് പ്രധാനമായിട്ടും ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്കയാണ്. അപ്പോൾ അത് 6 മാസത്തോളം തുടർച്ചയായിട്ട് നിൽക്കുകയും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തെ, നമ്മുടെ ഒക്യുപ്പേഷൻ ലൈഫിനെ ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെ ആവാം, നമ്മുടെ ഫാമിലി ലൈഫിനെ ആവാം, ഇതിനെയൊക്കെ നമ്മുടെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക. അല്ലാതെ ഇപ്പോൾ ചെറിയൊരു ആങ്സൈറ്റി, ഇപ്പോൾ നമ്മൾ എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ, ആ പെർഫോമൻസ് ആങ്സൈറ്റി ഒരു പരിധിവരെ ഹെൽപ്ഫുള്ളുമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ടും, കുറെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും, കുറെ കൂടെ സീരിയസ് ആയിട്ടും ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വളരെ ലാഘവത്തോടു കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതിന് കാരണം. അപ്പോൾ ഒരു ചെറിയ ലെവലിൽ ആങ്സൈറ്റി ചില മേഖലകളിൽ, അതിൻ്റേതായ സ്ഥലങ്ങളിൽ അത് യൂസ്ഫുൾ ആണ് എന്നുള്ള വസ്തുതയും നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.